എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദുവിന് അപകടം ഉണ്ടായ കാര്യം ഭയങ്കര സന്തോഷത്തോടെയാണ് ജലജയും അഭിയും കൂടി സംസാരിക്കുന്നത്. ആ കാര്യം ഉടനെ തന്നെ നയനെ അറിയിക്കാൻ തീരുമാനിക്കുവാണ് ജലജ. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, അവൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയമായതുകൊണ്ട് ഇതുപോലെ ആദ്യ പിടിപ്പിക്കുന്ന വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ആ കൊച്ചു തന്നെ അങ്ങ് പോയി കിട്ടും. അതുകൊണ്ട് ഇത് ഉടനെ തന്നെ ഞാൻ അവളെ അറിയിക്കാൻ പോവാണ്. ഇപ്പം ആദർശ് ഗൾഫിൽ നിന്ന് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ ഫോണും കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുവാണ്. അതിൻ്റെ കൂടെ ഇതുകൂടി ആകുമ്പം മിക്കവാറും തീരുമാനമാകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെയാണ് ജലജ പറയാനായിട്ട് പോകുന്നത്. അന്നേരം അഭി പറയുന്നുണ്ട്, ഇനിയിപ്പം ആദർശ് അവിടെ ജയിലിലായാൽ പോലും അമ്മ ഒരുപാട് സന്തോഷമൊന്നും കാണിക്കരുത്, അവരുടെ കൂടെ ചെറിയ തോതിൽ സങ്കടമൊക്കെ കാണിച്ച് കൂടെ നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ കരയും എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, അല്ലെങ്കിലും നമ്മൾ കരയും എന്ന് എനിക്കറിയാം, നമ്മളെ കരയിക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് നോക്കിയല്ലേ ഇവിടെയുള്ളവർ നടക്കുന്നത്. പക്ഷേ ആദർശ് ജയിലായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആഘോഷിക്കും. നമുക്കും ആഘോഷിക്കാനുള്ള എന്തെങ്കിലും ഒരു അവസരം ദൈവം വിട്ടു തരുമ്പം അത് നമ്മൾ ഉപയോഗപ്പെടുത്തുമല്ലേട്ടാ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ജലജ അങ്ങോട്ട് പോകുന്നത്. പോകുമ്പോഴും അബിക്ക് ചെറിയ ടെൻഷനുണ്ട്, ഇനി അവിടെ പോയി വേറെ വല്ല പ്രശ്നം ആകുമോ എന്നോർത്തിട്ട്. ഏതായാലും ജലജ നേരെ നയനയുടെ അടുത്തോട്ട് ചെല്ലുന്നു. എന്നിട്ട് നയനയോട് ചോദിക്കുവാണ്, അയ്യോ നീ ഇതുവരെ ഒന്നും അറിഞ്ഞില്ലേ എന്ന്. അന്നേരം എന്താ എന്താ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം, ആ വണ്ടി പുറകിൽ വന്ന് ഇടിച്ചതാണെന്നാണ് പറയുന്നത്, ഡ്രൈവർ ഉറങ്ങിപ്പോയെന്നും പറയുന്നു, ഇനിയിപ്പം കൊല്ലാൻ വേണ്ടി ചെയ്തതാണോ എന്നും അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ആരുടെ കാര്യമാണ് അപ്പച്ചി പറയുന്നത്, എനിക്ക് മനസ്സിലായില്ല, ഒന്ന് തെളിയിച്ച് പറ എന്ന് പറയുമ്പോൾ, അല്ല അവളുടെ സ്വഭാവം വെച്ച് അവൾക്കിത് കിട്ടണം, ആ നന്ദുവേ അവളുടെ കാര്യമാണ് പറഞ്ഞത്, പോലീസ് ജീപ്പിൻ്റെ ബാക്കിൽ ഒരു ട്രാവലർ വന്ന് ഇടിച്ച് കയറിയെന്ന്, ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞത് വെറുതെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ നാട്ടിലുള്ള ഗുണ്ടുകൾ മൊത്തം അവളുടെ ശത്രുക്കളല്ലേ, ആരെങ്കിലും കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതായിരിക്കും എന്നൊക്കെ പറയുക. അധികം ഇല്ല, എൻ്റെ നന്ദുട്ടിനൊന്നും സംഭവിക്കത്തില്ല, നിങ്ങൾ നാവെടുത്ത നുണയേ പറയത്തുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ നുണ പറയുന്നതാ എന്നൊക്കെ പറയുമ്പം ജലജ പറയുന്നുണ്ട്, ഞാൻ നുണ പറഞ്ഞതൊന്നുമല്ല, ഇനിയിപ്പോൾ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നിൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കില്ലേ, അതെടുത്ത് നിൻ്റെ അച്ഛനെയോ അമ്മയോ വിളിച്ചിട്ടുണ്ടെങ്കിൽ സത്യം അറിയാലോ, ഒരു കാര്യം അറിഞ്ഞപ്പോൾ ഞാനത് നിന്നോട് നേരത്തെ അങ്ങ് വന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇനി അറിഞ്ഞില്ല എന്നോർത്ത് സങ്കടപ്പെടേണ്ട എന്ന് കരുതി, അപ്പോൾ എന്നെയാണോ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കും. അദ്ദേഹം ഇതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല, എൻ്റെ നന്ദൂട്ടനൊന്നും സംഭവിക്കത്തില്ല, ഒന്നാതെ ആദർശേട്ടൻ വിളിക്കാത്തതിൻ്റെ സങ്കടത്തിലിരിക്കുമോ ഞാൻ, അതിൻ്റെ കൂടെ ഇതുകൂടെ പറഞ്ഞ് എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് നയന. ഏതായാലും ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് ജലജയ്ക്ക്. ജലജ മനസ്സിലോർക്കുന്നുണ്ട്, ഈശ്വര ഈ ആദ്യം എല്ലാം കൂടെ ഒരുമിച്ച് അവൾക്ക് കിട്ടുമ്പോൾ ആ വയറ്റിലെ കുഞ്ഞൂടെ അങ്ങ് ആവിയായി പോണേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് അവർ. ഇത്രയൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചിട്ട് ജലജ നേരെ താഴോട്ട് വരുന്നു. എന്നിട്ട് അബിയോട് വന്ന് പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അവൾ ആകെ ടെൻഷനിൽ ഇവിടുന്ന് ഓടിയിറങ്ങി പോയിട്ടുണ്ട് അനിയത്തിയെ കാണാനായിട്ട്, ഇങ്ങനെ ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മിക്കവാറും അവളുടെ ആ കുഞ്ഞങ്ങ് പോയി കിട്ടും, അതിനുവേണ്ടി തന്നെ ഞാനിതൊക്കെ പറയുന്നത് എന്നൊക്കെ പറയുക കേട്ടോ. അതുപോലെ ആദർശിൻ്റെ കാര്യവും പറയുന്നുണ്ട്. ഇങ്ങനെ സംസാരിക്കുന്നത് അവിടെ നിന്ന് ദേവയാനി കേൾക്കുന്നുണ്ട്. ഏതായാലും കുഞ്ഞു പോകുന്ന കാര്യമൊക്കെ പറയുന്നത് കേൾക്കുന്നതേ ദേഷ്യപ്പെട്ടിട്ട് ദേവയാനി അങ്ങ് പോവും. അത് കഴിഞ്ഞാണ് അഭി പറയുന്നത്, ഗൾഫിൽ നിന്നും ഇതിനേക്കാൾ വലിയ വാർത്ത വരാനിരിക്കുന്നുണ്ട്, അത് കേട്ട് കഴിയുമ്പം ഇവിടെയുള്ളവർ ഇതിനേക്കാൾ കൂടുതൽ കരയുന്നത് നമുക്ക് കാണാം, അപ്പോഴും നമ്മളൊരു മിതമായിട്ടൊക്കെ സന്തോഷിക്കാവുള്ളൂ, അവർക്കൊന്നും തോന്നരുത്, ആ രീതിയിൽ വേണം എല്ലാം ചെയ്യാൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ സന്തോഷിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ ജലജ പറയുന്നുണ്ട്. പക്ഷേ ദേവേനി പകുതി കേട്ടുള്ളൂ, മൊത്തം കേൾക്കാൻ നിന്നില്ല, പകുതി കേട്ടപ്പോഴേ അങ്ങോട്ട് പോയി. അതുകൊണ്ട് ആദർശന് കെണി ഒരുക്കി വെച്ചേക്കുന്ന കാര്യം ദേവേനി കേൾക്കുന്നില്ല കേട്ടോ. ഏതായാലും അകത്ത് പോയി ദേവേനി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുവാണ്. അന്നേരമാണ് അങ്ങോട്ടേക്ക് ജലജ ചെല്ലുന്നത്. എന്നിട്ട് ഏട്ടത്തി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഏട്ടത്തി വിവരമെല്ലാം അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എൻ്റെ മരുമകൾ ഒന്നും എന്നോട് പറഞ്ഞില്ല, പറയാതെയാണ് പോയത്, പക്ഷെ നീ നിൻ്റെ മകനോട് പറയുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു എന്നിങ്ങനെ പറയുവാണ്. അദ്ദേഹം ജലജ മനസ്സിലോർക്കുക, ഈശ്വര മൊത്തം കേട്ടോ, ഇനി പണിയാവുമോ എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. അന്നേരം ദേവേനി പിന്നെയും പറയുവാണ്, നീ എന്താ പറഞ്ഞത്, എൻ്റെ കൊച്ചുമകൻ, എൻ്റെ മകനും മരുമകൾക്കും ഉണ്ടായ ആ കുഞ്ഞങ്ങ് പോയി കിട്ടണം, എന്നിട്ട് അവർ അതിൻ്റെ പേരിൽ സങ്കടപ്പെടണമെന്നോ, എൻ്റെ കൊച്ചുമകൻ പോകണോ അല്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന പേരക്കുട്ടി പോകണോ എന്ന് പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് കാരണം തീർത്തൊരെണ്ണം കൊടുക്കും. അന്നേരം നിങ്ങൾ എന്നെ തല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ, മനസ്സിലായില്ലേ നിന്നെ തല്ലി, നിനക്കെന്താ എന്നെ തിരിച്ച് തല്ലണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതെ നിങ്ങളെൻ്റെ ഏട്ടത്തിയാണെങ്കിലും തിരിച്ച് തല്ലാൻ എനിക്ക് കൈക്ക് ആരോഗ്യമില്ല എന്നൊന്നും നിങ്ങൾ കരുതരുത് എന്ന് പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അങ്ങനെ നീ ഒന്ന് തല്ലി നോക്ക്, എന്നിട്ട് ഞാൻ അതിന് മറുപടി പറയാം, നീയാണ് നിൻ്റെ മകനെ വളർത്തി വഷളാക്കി വെച്ചേക്കുന്നത്, നീ 24 മണിക്കൂറും പറയാറുണ്ടല്ലോ ആദർശിൻ്റെ കാര്യം, എൻ്റെ മകൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇത്രയും നല്ലൊരു മകൻ ഈ ജനറേഷനിൽ വേറെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല, നിൻ്റെ മകൻ ചെയ്ത തെറ്റിൻ്റെ വീഴ്പാടി എൻ്റെ മകൻ എന്ന് ഇത്രയും പറഞ്ഞിട്ട് അങ്ങ് നിർത്തും. എന്നിട്ട് പറയുവാണ്, എന്നെക്കൊണ്ട് കൂടുതൽ നീ പറയിപ്പിക്കരുത്, എൻ്റെ നാവിൻ്റെ തുമ്പിൽ ഇരിക്കുവാണ് പലതും, അതൊക്കെ പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കരയുന്നത് നീയൊക്കെ ആയിരിക്കും, നഷ്ടം നിനക്കൊക്കെ ആയിരിക്കും, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുന്നതാണ് നല്ലത് എന്ന് പറയും.
എന്നിട്ട് പോകുന്നതിന് മുമ്പ് കവിളെ തൊട്ടിട്ട് പറയുന്നുണ്ട്, കവിളിൽ നല്ല രീതിയിൽ പാട് കിടപ്പുണ്ട്, നീ അത് കുഴമ്പിട്ട് തടവിക്കള, ഇനിയും അടി കിട്ടാനുള്ള കവിളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദേവയാനി അങ്ങ് പോകുന്നത്. അന്നേരം ജലജയ്ക്കൊരു സംശയം, ഇനി അഭിയാണോ തെറ്റ് ചെയ്തത് എന്ന്. അതുകൊണ്ട് അതറിയാൻ വേണ്ടി നേരെ അബിയോട് അടുത്ത് വരും. എന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട്, സത്യം പറയടാ, ആ ചന്തുമോളുടെ അച്ഛൻ നീയാണോ എന്ന് ചോദിക്കും. അന്നേരം അയ്യോ അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അമ്മയോട് ആരാ ഇതിപ്പം പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം, അല്ല ആ ദേവയാനി അവളെൻ്റെ കരണം അടിച്ച് പൊളിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ആ ചന്തുവിൻ്റെ അച്ഛൻ നീയാണ് എന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അതങ്ങ് തുറന്ന് പറഞ്ഞേക്കണം, എന്നിട്ട് ഒരു കാര്യവും കൂടി ചെയ്തേക്കണം, എന്നെ അങ്ങ് കൊന്നേക്കണം, അതാണ് നല്ലത്, പിന്നെ ഇവിടെ ജീവിക്കുന്നതിന് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പം, ഇല്ലമ്മേ ഒന്നുമില്ല, അവരുടെ മകൻ ഫോൺ വിളിച്ചിട്ടൊന്നും ഇല്ലല്ലോ, അതിൻ്റെ ഒരു ടെൻഷനും കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നതായിരിക്കും, അമ്മ അങ്ങനെയൊന്നും വിശ്വസിക്കേണ്ട എന്നൊക്കെ പറയുമ്പം, അത് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷേ പിന്നീട് ഇത് സത്യമാകരുത്, ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങ് ചാകുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങ് പോവും. പോയി കഴിയുമ്പോഴേക്കും ആകെ ടെൻഷനാകും അബിക്ക്. അബി നേരെ ദേവയാനിയുടെ അടുത്ത് വരും. എന്നിട്ട് കാലെ പിടിച്ച് കിടന്ന് പറയുവാണ്, അമ്മായി എനിക്കൊരു തെറ്റ് പറ്റി, ആ തെറ്റ് നിങ്ങളെല്ലാവരോടും വിളിച്ച് പറഞ്ഞ് എന്നെ കൊല്ലരുത്, അത് വിളിച്ച് പറയുന്നത് എന്നെ കൊല്ലുന്നതും തുല്യമാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, നീ എൻ്റെ കാലേന്ന് വിട്ടി, അങ്ങനെ ഞങ്ങൾ വിളിച്ച് പറയാതിരിക്കണമെങ്കിൽ നിൻ്റെ ഭാര്യേനെയും അമ്മേനെയും നീ നിലയ്ക്ക് നിർത്തിക്കോണം, അവരുടെ വായിൽ നിന്ന് ഇനി എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഞാനും എല്ലാം വിളിച്ച് പറയും, അങ്ങനെ എൻ്റെ മകനെ കുറ്റക്കാരനാക്കിയിട്ട് അവനെ കുറ്റപ്പെടുത്തുന്നത് കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ ഇനി എന്നെക്കൊണ്ട് സാധിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അവരെ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം, ഒന്നും വിളിച്ച് പറയരുത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാല് പിടിക്കുവാണേ. അന്നേരം പറയുന്നുണ്ട്, അങ്ങനെ കാല് പിടിച്ചിട്ടൊന്നും കാര്യമില്ല, നിൻ്റെയും നിൻ്റെ ഭാര്യയുടെയും അമ്മയുടെയും ഒക്കെ സ്വഭാവം പോലെ ഇരിക്കും ഞാൻ ഓരോന്നും വിളിച്ച് പറയുന്നത്, ഞങ്ങളുടെ കണ്ണീര് കാണാൻ വേണ്ടി കാത്തിരിക്കുമല്ലോ നീയൊക്കെ, ആരുടെ കണ്ണീരാണ് കാണാൻ പോകുന്നത് നമുക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. അന്നേരം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ടേക്ക് നവ്യ വരും. എന്നിട്ട് എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നേക്കും അഭി പറയുവാണ്, അല്ല ആദർശേട്ടൻ ഗൾഫിൽ നിന്ന് വിളിച്ചില്ല, അതിൻ്റെ സങ്കടത്തിലിരിക്കുമായിരുന്നു അമ്മായി, അതുകൊണ്ട് അമ്മായി ഞാനൊന്ന് ആശ്വസിപ്പിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ നവ്യ ചോദിക്കും, അതിന് നീ എന്തിനാ ആശ്വസിപ്പിക്കുന്നത്, നീ ജയിലിൽ കിടന്നപ്പം എന്നെ ആശ്വസിപ്പിക്കാൻ ഇവിടെ ആരുമില്ലായിരുന്നു എന്ന് പറയുമ്പം, അങ്ങനെ അവൻ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ കയ്യിലിരിപ്പുണ്ടാ എന്നിങ്ങനെ ദേവയാനി പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, ആഹാ അവൻ്റെ കയ്യിലിരിപ്പുണ്ട്, അപ്പോൾ ഈ വീട്ടിൽ ബാക്കിയുള്ളവരൊക്കെ ചെയ്തത് നല്ലതാണോ എന്നൊക്കെ ചോദിക്കുന്നതേക്കും അപ്പോൾ പറയുക, നവ്യ നീ ആവശ്യമില്ലാത്തൊന്നും വിളിച്ച് പറയരുത്, അമ്മായിക്ക് സുഖമില്ലാത്തത്, ബി പി കൂട്ടാതെ നീ അകത്ത് കയറിപ്പോ എന്ന് പറയുമ്പം, അങ്ങനെ അതെന്തിനാ ഞാൻ അകത്ത് കയറി പോകുന്നത്, ഒരാളെ തെറ്റായ കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം എനിക്കുണ്ട്, അത് അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ആരും എൻ്റെ തലയെടുക്കാനൊന്നും വരുന്നില്ല എന്നൊക്കെ പറയുവാണ്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, കേട്ടല്ലോ, ഇവളുടെയൊക്കെ നാവ് നീ മര്യാദയ്ക്ക് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ പറയാനുള്ളതെല്ലാം ഞാനും വിളിച്ച് പറയുമെന്ന് ദേവയാനിയും പറയുന്നുണ്ട്. ഇത്രയും കേൾക്കുന്നെങ്കിൽ തുള്ളിച്ചാടി നവ്യ അകത്തേക്ക് പോവേ. നവ്യ അകത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, ദൈവത്തെ ഓർത്ത് അമ്മായി ഒന്നും വിളിച്ച് പറയരുത്, അങ്ങനെ പറയുന്ന ഭേദം എങ്ങനെ അങ്ങ് കൊല്ലുന്നതാണ് എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, അതിന് ഞങ്ങൾ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല, സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് പോയാൽ ദേ അവളുണ്ടല്ലോ, അവൾ തന്നെ നിന്നെ അങ്ങ് കൊന്നോളും എന്ന് പറഞ്ഞിട്ട് ദേവേനി അങ്ങോട്ട് പോകുന്നു. ആകെ വിഷമിച്ചിരിക്കുവാണ് അഭി. പിന്നെ കാണിക്കുന്നത് നവിനെയും നവിൻ്റെ വീട്ടുകാരെയാണ്. അവരെല്ലാവരോടും ഇരുന്ന് സംസാരിക്കുന്നു. അതുപോലെ നന്ദുവിന് ആക്സിഡൻ്റ് ഉണ്ടായ കാര്യവും ഒക്കെ പറയുന്നുണ്ട്. ആ കേസ് വാദിച്ചത് നവിനാണ് എന്നൊക്കെ നവീൻ പറയുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സഹൃദയം പറയുവാണ്, എപ്പോഴും ആ പെൺകുട്ടിയെ പറ്റി സംസാരിക്കുന്നുണ്ടല്ലോ, നന്ദുവിനെ പറ്റി, ഇനി ആ പെൺകുട്ടിയാണോ മനസ്സിലുള്ളത് എന്ന് ചോദിക്കും. അന്തെങ്കിലും നവിൻ്റെ അമ്മ വരും. അന്നേരം അമ്മ പറയും, ഓ അവളെ മനസ്സിൽ ഓർക്കുന്ന ഭേദം വേറെ എന്തെങ്കിലും ചെയ്യത്തില്ലേ, നീ ഇതിനെ ആവശ്യമില്ലാത്തവരെ ഓർക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇനി അഥവാ ആ പെണ്ണാങ്ങാനും ആണ് മനസ്സിലെങ്കിൽ അത് നടക്കുകയില്ല കേട്ടോ, വെറുതെ ആവശ്യമില്ലാത്ത ചിന്തിക്കേണ്ട എന്ന് പറയും. അന്നേരം ഈശ്വര, എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കല്യാണം കഴിക്കാം എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചാലും ഈ വീട്ടിൽ ഇതുപോലൊരു കടമ്പയുണ്ടല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന നവീനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.